വില്യം ഷേക്സ്പിയറിന്റെ നാടകമായ റോമിയോ ആൻഡ് ജൂലിയറ്റിലെ ഡയലോഗിൽ ഒന്നാണ് ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു എന്നത്. എന്നാൽ ഇപ്പോഴിതാ ഒരു പേര് കൊണ്ട് പുലിവാൽ പിടിച്ചിരിക്കുകയാണ് ബിറ എന്ന ബിയർ നിർമ്മിക്കുന്ന B9 ബീവറേജസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. പേരിൽ ചെറിയൊരു മാറ്റം വരുത്തിയതോടെ കമ്പനിക്ക് കോടികളുടെ നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഒന്നും രണ്ടുമല്ല, മറിച്ച് 80 കോടിയോളം രൂപയാണ് കമ്പനിക്ക് ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതേസമയം കമ്പനിയുടെ നഷ്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കമ്പനിയുടെ പേരിൽ നിന്നും പ്രൈവറ്റ് എന്ന വാക്ക് എടുത്തു കളഞ്ഞതാണ് മാറ്റം. ബിറ എന്ന ബിയർ പ്രശസ്തമാണ്. 2026 നടക്കാനിരുന്ന IPOയ്ക്ക് മുന്നോടിയായാണ് കമ്പനി പേരിൽ നിന്നും പ്രൈവറ്റ് എന്ന വാക്ക് ഒഴിവാക്കിയത്. B9 ബീവറേജസ് ലിമിറ്റഡ് എന്നതാണ് കമ്പനിയുടെ പുതിയ പേര്. തുടർന്ന് വിൽക്കുന്ന തങ്ങളുടെ ഉൽപ്പന്നങ്ങളിലെല്ലാം പേര് മാറ്റം ചേർക്കേണ്ടതായി വന്നു. ഉൽപ്പന്നങ്ങളുടെ ലേബൽ വീണ്ടും അച്ചടിച്ചതിനാൽ കമ്പനിയുടെ വിൽപ്പന ഏതാനും മാസത്തേക്ക് സ്തംഭിച്ചു. പേര് മാറ്റം കാരണം ഉൽപ്പന്നങ്ങൾ ഉപയോഗശൂന്യമാവുകയും വിൽക്കാൻ കഴിയാത്തതായി മാറുകയും ചെയ്തു. തുടർന്ന് കമ്പനിക്ക് 80 കോടിയുടെ ചരക്ക് എഴുതി തള്ളേണ്ടി വന്നു. ഇതിന്റെ ഫലമായി കമ്പനിക്ക് നേരിട്ട് സാമ്പത്തിക നഷ്ടം സംഭവിച്ചു. കൂടാതെ കമ്പനിക്ക് 2024 സാമ്പത്തിക വർഷം 68% നഷ്ടം സംഭവിച്ചുവെന്നും സാമ്പത്തിക റിപ്പോർട്ടിൽ പറയുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ B9 ബീവറേജസിന് 748 കോടി രൂപയുടെ അറ്റനഷ്ടമാണ് ഉണ്ടായത്. ഈ വർഷത്തെ നഷ്ടം മൊത്തം വിൽപ്പനയിലൂടെ ലഭിച്ച 638 കോടി രൂപയും കവിഞ്ഞു. അതേസമയം സാമ്പത്തിക വർഷം 2023 അപേക്ഷിച്ച് 22% കുറവാണിത്. B9 ബീവറേജസ് പറയുന്നത് എന്ത്? പേരുമാറ്റം കാരണം 4 മുതൽ 6 മാസം വരെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിഞ്ഞില്ല. ഉൽപ്പന്നത്തിന് ആവശ്യക്കാർ ഉണ്ടായിരുന്നിട്ടും അക്ഷരാർത്ഥത്തിൽ വിൽപ്പനയൊന്നും നടന്നില്ല. ഉൽപ്പന്നത്തിന്റെ ലഭ്യത കുറഞ്ഞുവെങ്കിലും ഡൽഹി NCRലും ആന്ധ്രാപ്രദേശിലും നയങ്ങളിലും വിപണിയിലേക്കുള്ള പ്രവേശനത്തിലും മാറ്റമുണ്ടായി. ഇത് ഞങ്ങളുടെ ആകെ വിൽപ്പനയുടെ 1/3 വരും. B9 ബീവറേജസ് ലിമിറ്റഡിന്റെ സ്ഥാപകനായ അങ്കുർ ജെയിൻ പറഞ്ഞതായി ഇക്കണോമിക്സ് ടൈംസ് പറഞ്ഞു. 2023 സാമ്പത്തിക വർഷത്തിൽ വിൽപ്പന 90 ലക്ഷമായിരുന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ 60 ലക്ഷം മുതൽ 70 ലക്ഷമായി കുറഞ്ഞു. ഏറ്റവും പുതിയ വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് കമ്പനിക്ക് 84 കോടി രൂപയുടെ നെഗറ്റീവ് ക്യാഷ് ഫ്ലോയും 1094 കോടി രൂപയുടെ സഞ്ചിത നഷ്ടവും കമ്പനിയുടെ ആസ്തിയെ പൂർണ്ണമായും ഇല്ലാതാക്കി. കമ്പനിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയുണ്ടെന്ന് വ്യക്തമാക്കുന്ന പുതിയ ഓഡിറ്റ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. 10 വർഷം മുമ്പ് ബെൽജിയത്തിൽ നിന്ന് ഹെഫെവെയ്സൺ ശൈലിയിലുള്ള പാനീയം ഇറക്കുമതി ചെയ്താണ് ബിറ തുടക്കം കുറിച്ചത്. പിന്നീട് ചെലവ് വർദ്ധിച്ചതിനാൽ ഇന്ത്യയിൽ തന്നെ നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു. വൈകാതെ തന്നെ 6ഓളം തേർഡ് പാർട്ടി ബ്രൂവറികൾ കൂടി അതിൻ്റെ പട്ടികയിൽ ഇടം നേടി. ഒരു കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് ലിമിറ്റഡ് ആകുമ്പോൾ സംഭവിക്കുന്ന മാറ്റം ഇതൊരു സ്വകാര്യ ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് പൊതു ലിമിറ്റഡ് കമ്പനിയിലേക്ക് മാറുകയാണ്. അപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് മൂലധനം സമാഹരിക്കാൻ കഴിയും. കുറഞ്ഞത് 7 ഓഹരി ഉടമകളെങ്കിലും ആവശ്യമാണ്. സ്വകാര്യ കമ്പനിയിൽ ഇത് 2 മതിയാകും. കുറഞ്ഞത് 3 ഡയറക്ടർമാരെങ്കിലും ഉണ്ടായിരിക്കണം. സ്വകാര്യ കമ്പനിയിൽ ഇത് 2 പേർ മതിയാകും. സ്വകാര്യ കമ്പനിയിൽ നിന്ന് വ്യത്യസ്തമായി ഓഹരികൾ സ്വതന്ത്രമായി കൈമാറ്റം ചെയ്യാവുന്നതാണ്. ഫണ്ട് സ്വരൂപിക്കുന്നതിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്ന് ലിസ്റ്റിംഗ് തിരഞ്ഞെടുക്കാവുന്നതാണ്. കമ്പനി പ്രവർത്തനങ്ങളിൽ കൂടുതൽ സ്വകാര്യത കൈവരും. നിർബന്ധിത സാമ്പത്തിക റിപ്പോർട്ടിംഗ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾ മുമ്പാകെ വെളിപ്പെടുത്തൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടും.